ദിവസം കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഉള്ള മരുന്നിനെടുത്ത് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിന് 2 മില്ലി എன்ற ഒരു ഇതിൽ റേഷ്യോയിൽ ഇട്ട് ഒരു ടാങ്കിൽ 10 ലിറ്ററിന് 20 മില്ലി വെച്ച് ടാങ്കിൽ പ്രൈ ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് നമുക്ക് മറ്റ് കീടനാശിനി മേടിക്കാനുള്ള പൈസ നമുക്ക് സേവ് ആകുന്നുണ്ട്. 60 ദിവസം കഴിഞ്ഞു, ഇനി ഒരു 30 ദിവസം കൂടെ കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് വിളവ് കഴിഞ്ഞിട്ടുണ്ടാകും. ഭാര്യ മേഴ്സി ജൂലിയറ്റും മാർട്ടിനോടൊപ്പം കൃഷിരംഗത്ത് തന്നെ. മക്കൾ ഒരാണും ഒരു പെണ്ണും. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന മട്ടിൽ കുഞ്ഞുങ്ങളും. 1/2 ഏക്കർ സ്ഥലത്ത് ഹൈബ്രിഡ് കുറ്റിയമര കൃഷി ചെയ്തിരിക്കുന്നു. ഫിഷ് അമിനോ ആസിഡ് കീടനാശിനിയായി ഉപയോഗിക്കുന്നു. ഡ്രിപ്പ് ഇറിഗേഷൻ വിത്ത് ഫെർട്ടിഗേഷൻ രീതി തന്നെയാണ് ഇവിടെയും അവലംബിച്ചിരിക്കുന്നത്. ഇതുമൂലം കുറഞ്ഞ അളവ് വെള്ളം കൊണ്ട് കൂടുതൽ കൃഷിയിടം നനയ്ക്കാമെന്നും ജോലിക്കൂലി കുറയുമെന്നും മാർട്ടിൻ ജോസഫ് തന്നെ സമ്മതിക്കുന്നുണ്ട്. VFPCK വഴിയാണ് വിപണനം നടത്തുന്നത്. ഇപ്പം ഞങ്ങളിപ്പോൾ അവരെ 1/2 ഏക്കർ ചെയ്തിട്ടുണ്ട്. 1/2 ഏക്കറിൽ ഞങ്ങൾ 3 കിലോ അവരൻ്റെ വിത എടുത്തു. അതിൽ VNR ആണ് അതിൻ്റെ വെറൈറ്റി. അതിൽ നമുക്ക് ആദ്യം ഫസ്റ്റ് ഉളവൊക്കെ ചെയ്തിട്ട് അതിന് ശേഷം 3 അടി 3 അടിക്കുള്ള പാറ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 45 സെൻറ്റിമീറ്റർ ഉള്ള ഡിഫറൻറ്റിൽ ഈ അവരേനെ കുത്തിയിട്ട് 15-20 ദിവസത്തിന് ശേഷം അതിന് ഫസ്റ്റ് കള വെട്ടി. അതിന് മുളച്ചതിന് ശേഷം 20 ദിവസം കള വെട്ടിയതിന് ശേഷം ആദ്യമായിട്ട് ഫാക്ടോംബസ് കുറച്ച് വളം ഇട്ട് കൊടുത്തതിന് ശേഷം അവരെ വളർന്നുകൊണ്ടിരുന്നു. അതിന് കീടനാശിനിയായിട്ട് ഇത് തന്നെ ഞങ്ങൾ ഉപയോഗിച്ചു. മത്തിൻ്റെ സ്പ്രേയും തന്നെ ഉപയോഗിച്ചു. ഇപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് 60ാമത് ദിവസമാണ്. അതിന് 45ാമത് ദിവസം കൊണ്ടേ നമുക്ക് കായ് വരാൻ തുടങ്ങി. അതിൽ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിൽ ഇപ്പോൾ 1 കിലോന് 20 രൂപ 25 രൂപേൻ്റെ റേഞ്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രാസി എടുക്കുമ്പോൾ തന്നെ നമുക്ക് 450 കിലോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഈ 1/2 ഏക്കറിൽ നമുക്ക് 450 കിലോ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1 കിലോ 25 രൂപയ്ക്ക് ഇവിടെ മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഒരാഴ്ച കഴിഞ്ഞിട്ട് 6 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് എടുക്കുന്നുണ്ട്. പയർ അവരെ എടുക്കുന്നുണ്ട്. അതിന് ശേഷം അവരയ്ക്ക് ഇപ്പോൾ 60 ദിവസം കഴിഞ്ഞു. ഇന്ന് നമുക്ക് ഒരു 2 മാസങ്ങളിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടും. ഇതേ റേഞ്ചിൽ പോയാൽ നമുക്ക് ലാഭമാണ്, 25 രൂപയും ലാഭമാണ്. പക്ഷേ ഇവിടുത്തെ മാർക്കറ്റ് കറക്റ്റായിട്ട് ഇല്ല. നല്ല ഒരു മാർക്കറ്റ് ഇവിടെ കമ്മീഷൻ ഇല്ലാണ്ട് ഇതേപോലെ VFCK എടുക്കുന്ന കായ്കറി പോലെ ഇവിടെ തന്നെ കൃഷിക്കാരൻ്റെ അടുത്ത് തന്നെ കായ്കറി എടുത്ത് മാർക്കറ്റിംഗ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതും കൂടെ നമുക്ക് ലാഭമാണ്. അതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള പ്രശ്നം. മാർക്കറ്റിംഗുള്ള പ്രശ്നമാണ്. കൃഷിക്കാർക്ക് മാർക്കറ്റിങ്ങിൽ നമുക്ക് ബോധ്യമില്ല. ഇവിടെ കമ്മീഷനായിട്ട് എടുക്കും. ട്രാവലിംഗ് അലവൻസൊക്കെ അവർക്ക് കൊടുക്കണം. ഇത് നമ്മൾ വെള്ളം വായിച്ചത് ഇപ്പോൾ നമ്മുടെ കൃഷിഭവൻ മൂല്യമായിട്ടാണ് ട്രിപ്ലിക്കേഷൻ ചെയ്തിരിക്കുന്നത്. അതിൽ കൂടിയിട്ടാണ് നമ്മൾ വെള്ളമും മറ്റ് വളങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൃഷിഭവന് ഒരു ട്രിപ്ലിക്കേഷൻ അറേഞ്ച് ചെയ്ത് കൊടുത്തപ്പോൾ വെള്ളത്തിന് നമുക്ക് സേവ് ചെയ്യാൻ കഴിവ് കിട്ടി. ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ട്രിപ്ലിക്കേഷൻ ചെയ്തതിന് മൂലം നമുക്ക് വളമും അതിന് കൂടെ കൊടുക്കുമ്പോൾ നല്ല ബെനിഫിറ്റാണ്. ഈ ട്രിപ്ലിക്കേഷൻ ചെയ്തതിന് കളയൊക്കെ കൺട്രോളാക്കാൻ പറ്റുള്ളൂ. നമുക്ക് കളയൊക്കെ അത്ര കള വരില്ല. അതേപോലെ തന്നെ നമുക്ക് വളം തന്നെ അതിൽ തന്നെ കൊടുക്കുക. അതിനൊരു പ്രശ്നമില്ല. കുറഞ്ഞ വെള്ളത്തിൽ അധികം നമുക്ക് മഹസൂൽ എടുക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് കൃഷിഭവൻ മൂലം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കൃഷിഭവനക്ക് ഞങ്ങളുടെ നന്ദി പറയുകയാണ്. അതേപോലെ തന്നെ ഈ വടകർപ്പതി ഏരിയാവിലെ നല്ല ഒരു മാർക്കറ്റിംഗ് ഇതേപോലെ ഗവൺമെൻറ് തന്നെ നമുക്ക് സംബന്ധിച്ച് കൊടുത്താൽ നന്നായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് ചെയ്തു കൊടുക്കണം. നമുക്ക് കൃഷിഭവനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലുള്ള ഏർപ്പാടൊക്കെ അവർ ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷം. വടകരപ്പതി കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് മാർട്ടിൻ പ്രിയ. വടകരപ്പതി കൃഷിഭവനിൻ്റെ താഴെ കൃഷി ചെയ്തു വരുന്ന ഒരു കർഷകനാണ് ശ്രീ മാർട്ടിൻ ജോസഫ്. ഇദ്ദേഹം
ബീൻസ്, പിന്നെ മത്തൻ, കുമ്പളം എന്നുള്ള കൃഷികളാണ് ചെയ്തു വരുന്നത്. എപ്പോഴും നല്ല രീതിക്ക് ചെയ്യുന്ന ഒരു കർഷകനാണ് ഇദ്ദേഹത്തിന് നമ്മളിപ്പോൾ വെജിറ്റബിൾ ഡെവലപ്മെൻറ്റ് സ്കീമിൻ്റെ ഭാഗമായി കുറിഞ്ചി വെജിറ്റബിൾ ക്ലസ്റ്റർ എന്ന ക്ലസ്റ്ററുടെ സെക്രട്ടറിയാണ്. ഡിസ്ട്രിക്ട് ക്ലസ്റ്ററിൻ്റെ സെക്രട്ടറി ആയിട്ടാണ് മാർട്ടിൻ ജോസഫ് വർക്ക് ചെയ്യുന്നത്. നല്ല ഒരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിച്ച് വരുന്നുണ്ട് ഇവർ. വടകരപ്പതി കൃഷിഭവൻ്റെ താഴെ വരുന്ന 8 ക്ലസ്റ്ററിൽ ഒരു ക്ലസ്റ്ററാണ് ഈ കുറിഞ്ചി വെജിറ്റബിൾ ക്ലസ്റ്റർ. ഈ ക്ലസ്റ്ററിനെ നമ്മൾ ഡിസ്ട്രിക്ട് ക്ലസ്റ്ററായിട്ടും കൂടി തിരഞ്ഞെടുത്തിട്ടുണ്ട്. വഴുതന പ്രധാന വിളയാക്കിയും ഉള്ളി ഇടവിളയാക്കിയും കൃഷി ചെയ്ത് വിജയം വരിക്കുന്ന ഒട്ടേറെ കർഷകർ ഈ ക്ലസ്റ്ററുകളിലുണ്ട്. പച്ചക്കറികളുടെ വിപണനത്തിന് പ്രാദേശിക കമ്പോളങ്ങളെ ആശ്രയിക്കുന്നത് മൂലം പ്രതീക്ഷിക്കുന്ന വില ലഭിക്കുന്നില്ല എന്നൊരു പ്രയാസം മിക്ക കർഷകർക്കുമുണ്ടെങ്കിലും കൃഷിഭവൻ അവർക്ക് ലാഭകരമാകും വിധം സംഘടിതമായ എന്തെങ്കിലും പദ്ധതി ആവിഷ്കരിക്കും എന്ന ശുഭപ്രതീക്ഷയും അവർക്കുണ്ട്. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ് ഭക്ഷണം. ഭൂമിയെ സ്നേഹിക്കുന്ന, കൃഷിയെ സ്നേഹിക്കുന്ന ഈ കർഷകരുടെ സീരവീഥിയിലൂടെ നമുക്കും മുന്നോട്ടു പോകാം. ഇവരത്രേ നാളെയുടെ വാഗ്ദാനങ്ങൾ. കൂടുതൽ പരിചയപ്പെടലിനായി മാർട്ടിൻ ജോസഫ്, ഫോൺ 9656541120. മണ്ണിൻ മനസായി മനുജനു തുണയായി വളരുന്നു ഭൂമിയിൽ ഞങ്ങൾ. കൊതിവരും മണമായി നിറമായി രുചിയായി അരികിലുണ്ടെപ്പോഴും ഞങ്ങൾ. വീടിനൈശ്വര്യമായി അമ്മയ്ക്കു തൃപ്തിയായി ചുറ്റോടു ചുറ്റും തളർത്തു നിൽക്കും ഞങ്ങൾ. കുട്ടികൾ കൈകൊണ്ടു നട്ടു നനയ്ക്കുകിൽ മണ്ണും മനസ്സും നിറഞ്ഞു നിൽക്കും. സമ്പൂർണ്ണ പോഷണം, സംതൃപ്ത ഭോജനം, സസ്യങ്ങളേകുന്നു സ്നേഹപൂർണം.